ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് മിജോ? സുഖാണ്. അപ്പോൾ നമ്മളിന്ന് കുറേ കാലത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗ് അല്ലേ മിജോ? നമ്മളെ ചാനൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്ന് ഉമ്മാനെ കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുണ്ട് വീട്ടിൽ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ മിജോ? ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, അതായത് ബീച്ചിലേക്ക് പോകണം. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മിജു, പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? പെട്ടിയിൽ എന്താന്നുള്ളത് കാണിച്ചു തരാം. മിജു അവിടെ വെച്ചേ. മിജു പെട്ടി അൺബോക്സ് ചെയ്യുന്നതാണ്. മിജുവിന്റെ പ്രപ്പോസൽ ഡേ ആണെന്ന്. വടക്കത്ത് കത്രിക, ടിഷ്യൂ, പിന്നെ ഫിസ് എന്തിനാ വെട്ടി വെച്ചത്? പിന്നെ വൈൻ ഗ്ലാസ്. ഓ, എന്തിനാ? പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ഇപ്പൊ അൺബോക്സ് ചെയ്താല് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സംഭവം എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നെല്ലാവരും കോസ്റ്റ്യൂം വെള്ള കളറാണ്. അപ്പോൾ മിജുവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, വെള്ളം ഇടാൻ പറഞ്ഞപ്പോൾ ഷർട്ടിൻ്റെ ഏതോ ഒരു മൂലക്ക് വെള്ളം ഉണ്ടായാൽ മതി എന്നുള്ള സ്കീമിലാണ് മിജു വന്നിട്ടുള്ളത്. അതായത് വെള്ളം പറഞ്ഞപ്പോൾ കറക്റ്റ് ഇതാ ഇവിടെ വെള്ളമുണ്ട്, അപ്പോൾ ആ ഷർട്ട് ചൂസ് ചെയ്തിട്ടാണ് മിജു വന്നുള്ളത്. അല്ലേ മിജു? അത് വെള്ളമല്ല, അത് ക്രീമാണ്. ആ, എൻ്റെ വെള്ളം കേട്ടോ. എന്താ അടുത്തത്? റിച്ചു. കറങ്ങിക്കോ. അയ്യോ. അപ്പൊ അടുത്തത് അക്കു. ഇതെന്താണ് കറങ്ങൽ മത്സരം? അടുത്ത റീസ. നമ്മളെ കൂട്ടത്തിലെ തള്ളയാണ്, തള്ളേഷ്. അപ്പൊ അടുത്തതായി വെള്ളടാൻ പറഞ്ഞപ്പോൾ ഉമ്മ ധീര ക്യാമറ ഇരിക്കട്ടോ. ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടോ എവിടുന്നത് ഒപ്പിച്ച് സുന്ദരിക്കുള്ളതൊക്കെ. ഇതെവിടെ നമ്മ കോസ്റ്റ്യൂമ്? മുന്നേ കണ്ടപ്പോ എടുത്തുവെച്ചത്, ഇടാൻ അവസരം കിട്ടിയില്ല. അപ്പൊ കിട്ടിയ ചാൻസ്. മിജു, ഉമ്മാക്കൊരു പാട്ട്, സുന്ദരിയോ പാട്ട് അറിയോ? സുന്ദരിയോ ഫുള്ളറിയില്ലേ? മഴവക്കത്തുള്ളുകളുടെ മറകളല്ലേ, ബാക്കി ബാക്കി അറിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്ന് പിടിച്ചേ. ആൾക്കാരൊക്കെ അവിടെ എത്തി തുടങ്ങിയിരിക്കണേ. സോ നമ്മൾ നല്ല ലേറ്റാണ്. മഴ പെയ്ത് അതാ വെച്ചാൽ മഴ പെയ്താൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഡിക്കും തുറക്കോ മിസ്സ? അപ്പോൾ മഴ പെയ്താൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളവിടെ എത്തണം. നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒരു 1.5-3 മണിക്കൂറും എത്തിക്കണം. പിന്നെ നമ്മളവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ അടിയിലൊരു വിളിക്കണ്ട, കോൾ വരുന്നുണ്ടോ? അപ്പോൾ വിളിക്കാം. അപ്പോൾ അടിയിൽ ടാർപ്പായ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വീട്ടിലത്തെ ടാർപ്പായൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുള്ളത്. അതിന് മുമ്പുള്ള വിഷയം എന്താ? എന്തേ എവിടെ അത് പൊട്ടൂല. എന്തേ എല്ലാരല്ലോ ഇനി ബെൽറ്റ് ഇട്ടതാ നമ്മളെ കേക്കിന്. റിച്ചുവിന്റെ തന്ത്രപരമായ നീക്കം. എല്ലാ മൈനസാ ബെൽറ്റിന്റെ മൈനസ് അല്ലേ? കേക്കിന് ബെൽറ്റ് ഇട്ടുണ്ടെങ്കിലും കേക്ക് ചാടിപ്പോയിക്കണേ. കേക്ക് നോക്കട്ടെ. നിക്ക് റിച്ചുവിന്റെ ഐക്യമോ നോക്കട്ടെ. ഓ ബ്രോ, നോക്കട്ടെ കാണുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു നിമിഷം ക്ഷമിക്കണം. അടിപൊളി. എടാ അതിന് കുഴപ്പമില്ല, നമുക്ക് ചെരിച്ച് കട്ടയാ. കേൾക്കുമ്പോ മേലെ ഇങ്ങനെ കുത്തപ്പിനാറോ അല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കണം എൻ്റെ ഫോണിലേക്ക്. കാരണം ഞാൻ രാവിലെ മുതൽ ഡീൽ ചെയ്തിരുന്നു. ഡീൽ ചെയ്യുന്നതിൻ്റെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഇത്ര ദിവസമായിട്ട്
ഒരു പരിപാടിയിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചക്ക് വെച്ചിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തത്. നമ്മൾ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ പോവാണ്. അവിടെ വെച്ച് കാണാം. സുഹൃത്തുക്കളെ, ബീച്ച് എത്തിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുക, എല്ലാവരും ഒരു സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. നമ്മളെ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് കേട്ടോ. എന്താ എന്തോ ട്വിസ്റ്റ് ഉണ്ടെന്നാണ് ലോങ് എന്ന് പറയുന്നത്. ഗസ്റ്റോ മദാമേ ഇന്നേ ഇന്നത്തെ വ്ളോഗിന് ട്വിസ്റ്റ് ഉണ്ട്. കാര്യം പറ. വായോ. അസ്സലാമു അലൈക്കും. ഹായ് ഗൈസ്. നമ്മളെ വ്ളോഗിൽ ഒരു ഹായ് പറയൂ. എവിടെയാണ് സാധനം? എവിടെ? യെസ്, കാണിച്ചോ. സുഹൃത്തുക്കളെ, നമ്മൾ ബീച്ചിൽ സെറ്റ് ചെയ്തതാണ്. ക്ഷണിക്കാം. വരണോ? സുഹൃത്തുക്കളെ, അതായത് എന്റെതൊന്നല്ല, അങ്ങനെ വരി. പോയോ ഹബീബി? ഓ, ഇവിടെ നമ്മൾ ചീർന്നത് അവര് കേൾക്കാനാ. പക്ഷെ ഇത് കേൾക്കണ വ്ളോഗത്തെ ആൾക്കാരെ വോയിസ് ആലോചിച്ച് നോക്കി. ഓർക്ക് നല്ല സോറി ഗൈസ്, നിങ്ങൾക്ക് അവിടെ നല്ല സൗണ്ട് ആവും കേൾക്കണ്ടാവും. എപ്പോഴെത്തി? എത്തിയിട്ടുള്ളൂ. ഇതേതാ പുതിയ ഷൂസ്? നമ്മളിത് സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ മാറ്റ് സെറ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ മാറ്റ് എടുത്ത് അല്ല, ഇതൊന്ന് പിടിക്ക് അക്കോ. എന്താ വെച്ചാൽ റിച്ചില്ലേ? എന്താ തിരിച്ചോ? അതിന് ഫ്രണ്ട് ഉണ്ടോ? ഇനി വെക്ക. കേക്കിന് കുറച്ച് പണിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ടുഡേയ്സ് എന്താണ് പറഞ്ഞു കൊടുക്കുക? എന്താ സംഭവം? ഹൂസ് ബ്രൈഡ് ടു ബി? നമ്മളെ താത്താന്റെ ബ്രൈഡ് ടു ബി ആണ്. അപ്പൊ അതിനാണ് നമ്മള് ബീച്ചിൽ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലേ മിജോ? ഹസിൻ. അപ്പൊ സുഹൃത്തുക്കളെ, ബ്രൈഡ് ടു ബി മാത്രല്ല, ഹൽദി തലേ ദിവസം, പിന്നെ കല്യാണ ദിവസം എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം വ്ളോഗ് വേണമെന്നുള്ള ഒരു കമന്റ് ചെയ്യാം. കുറേ ദിവസമായി നിങ്ങളെല്ലാവരും കണ്ടിട്ട്. എനിക്കറിയാം ഞാൻ വീട്ടിൽ വരാത്തോണ്ട് വ്ളോഗ് ഇടാത്ത. വീട്ടിൽ വന്ന് നമ്മൾ എന്തായാലും വ്ളോഗ് ഇടുന്നതാണ്. അതപ്പോൾ വീട്ടിൽ വന്നോടനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അവിടെ നിന്നോട്ടെ. എന്താ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് ഇതിന്. കേട്ടമ്മ? കേട്ടല്ലേ. വേറെ സൗണ്ട് ഉണ്ട്. നോട്ടെ ബ്രൈറ്റ് വിട്ട മിച്ചോ. അല്ല, ഇത് എങ്ങനെ കുത്തുക? അത്രേ ഉള്ളൂ തലപ്പത്ത്. വൈൻ ഗ്ലാസ്സിൽ കുറച്ച് ബീച്ചിൽ നിന്ന് വെള്ളാക്കിട്ടോ ഉണ്ടോ? അതിനാണോ ഫീസ് കൊടുന്നേ? അത് ശരി. ഞാൻ അതിലെ ഫോട്ടോ ഒക്കെ കുടിക്കൊക്കെ ചെയ്തു തിമ്മത്തിഞ്ഞി. ആടാ ഫീസ് ഇങ്ങനെ വയ്ക്കുമ്പോ ആൾക്കാർ വിചാരിക്കുക കള്ളാം. പോടാ അവിടെ. അന്തപ്പച്ചേട്ടൻ കടലിൽ. എടാ എന്താ ഒരു 10 രൂപ ക്ലാസ് ഇങ്ങനെ നിരത്തിച്ചേക്ക്. ഫ്രീക്ക് മദാമ വന്ന് മദാമ നോട്ടെ. ഭംഗിയോ? പിന്നെ അല്ലടാ, ഇതിന്റെ ബ്യൂട്ടി നമ്മളെ ഭംഗിയല്ല, പ്രകൃതിയുടെ ഭംഗി. ശരിയാട്ടോ. ക്യാമറ കണ്ടില്ലേ? ടൂട്ടോ ഇത്ര ഇതിനായിട്ട് രസം കേട്ടോ. ക്യാമറ എങ്ങനെ അല്ലെങ്കിൽ കണ്ണി കാണുന്ന ഒരു വൃത്തി ഒരു ക്യാമറക്കും കിട്ടൂല. അല്ല ശാലോ? ശാലോതാ പൊലിവിലേക്കുന്നു. ശാലോ
2 മാതാമാരുണ്ടായിരുന്നു. ആകെ ഒരു ബ്രൈഡ് വരുന്നു കാണിച്ചു കൊടുക്കും. അതിൽ ബ്രൈഡ് ഇല്ലേ? എവിടെ ബ്രൈഡ്? അല്ല ബ്രൈഡിന്റെ കണ്ണൊക്കെ ഒന്ന് പൊത്തിട്ട് കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചു. ആ അതെ. ഓ അത് സീനാവും. ദാ ഫ്രണ്ടിലൊരു ജവഹർലാൽ നെഹ്റു നടന്നു വരുന്നു. ബ്രൈഡ് അല്ലത്. റസൽ എന്താ കാട്ടേ? റസൽ വ്ളോഗ് തുടങ്ങിയോ? ഇമ്മേ വാ നെഹ്റു ഹായ് പറയൂ. വ്ളോഗിൽ ഹായ് പറയൂ. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി രണ്ട് വരികൾ കവിയുടെ. ബാക്കി ബ്രൈഡ് ബ്രൈഡ്. ഇതാണ് നമ്മളെ റനത്താത്ത ഷിയർ. അതൊക്കെ നമ്മള് സെറ്റാക്കും മുത്തേ. നമ്മളൊരു കോളില് ഫുൾ അറ്റൻറ്റീവ് അല്ലെങ്കിലും പരിപാടിയിൽ നമ്മള് ആക്റ്റീവ് ആവും. അത് കാണിച്ചു കൊടുക്കുക. ഫ്രെയിം കാണിച്ചു കൊടുക്ക്. ബ്രൈഡിന്റെ ബാക്കിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. വ്യൂ എല്ലാവർക്കും കിട്ടട്ടെ. നമ്മളെ ബ്രൈഡ് മേറ്റ്സ് മൂത്തുമ്മ. അസ്സലാമു അലൈക്കും. നമ്മളെ വ്ളോഗിലൊരു ഹായ്. മാമാ മമ്മ ആ മമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് ഓർമ്മ ഉണ്ടോ? കൊറേ കണ്ടിട്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് കൊറേ. ഞാൻ അന്നെ ഇതില് കാണലുണ്ട്, വ്ളോഗിലാണല്ലേ? മമ്മ ഒരു വ്ളോഗ് സബ്സ്ക്രൈബർ ആണല്ലേ? ഇന്നും കണ്ട് ഞാന്. എന്താണ്ട് അന്നെയും കണ്ട് മറ്റേ അനാൻസാനെയും കണ്ട്. നിങ്ങൾ എന്തോ ഒരു പ്രോഗ്രാമില് പിന്നെ വർത്താനം പറയുന്നൊക്കെ കണ്ട് കൈ പിടിക്കണോ. നാളെ വ്ളോഗിൽ കാണുന്ന ഉമ്മമ്മയുടെ മുഖാണ്. നാളെ വരും. ഇവിടെ ചിരിക്കി ഉമ്മ എല്ലാരും നിക്കണ്ടോ? വരി പരേഡ് തുടങ്ങാം. അല്ല ഇത് അറിയണവരെങ്ങനെയാ വെച്ചാ ഡീല്. നമ്മക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. നമുക്ക് ഇത്ര ഒക്കെ അറിയുള്ളൂ. ഉമ്മ വരി. ആര്? ഷാഹിദ്ക്ക് വരുന്നുണ്ടല്ലേ? ഒരാൾ കൂടി വരാണ്ട്. അപ്പൊ കേക്ക് മുറിക്കാം. നെഹ്റു അല്ല ഇടാനായിട്ടില്ല. ഷാഹിദ്ക്ക് വരുന്നുണ്ട് പറഞ്ഞു. അല്ല ബ്രൈറ്റ് ടു പിഞ്ഞ് ഇങ്ങനെ തന്നെയല്ലേ? ഇവര് ഫോട്ടോ എടുത്തോട്ടെ. ഇപ്പൊ കേക്ക് കട്ടിയുള്ളവര് വന്നിട്ട് ചെയ്യാം. അല്ല ഇതിപ്പോ എന്താ ചെയ്യാ? ശ്യാമനെ പെണ്ണുങ്ങള് ചെയ്ത് കൊടുക്കേ. നമ്മൾ ഇങ്ങനെ ഇതുവരെയുള്ളൊക്കെ ചെയ്തത് ബാക്കി കേക്ക് ഇത് പുതിയ സ്റ്റൈലാണ് ലൈസലെ. അതറിയില്ല ലൈസലെ? ഇങ്ങനത്തെ കേക്ക് കണ്ടിക്കണോ? ചെരിഞ്ഞ കേക്കാ. അത് കടിച്ചല്ല, അത് സ്റ്റൈലാണ് തന്നെ. ഓപ്പൺ കേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഡിസൈൻ വേറെ എവിടെ കിട്ടുക? ക്രാക്കി. ഇതിന്റെ പേരെന്താ അറിയോ? ക്രാക്കി കേക്ക്. അടിയിൽ ഇങ്ങനെ ക്രാക്ക് ആയിട്ട് കണ്ട. യുണീക്ക്. എന്താ അവിടെ? നമ്മളെ ഗ്രൂം ടു ബി റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് തിരിഞ്ഞിക്ക് ഗ്രൂമേ. നമ്മള് ഓടിച്ചു വന്നേ. ബീച്ചിൽ നിന്ന് രണ്ടെണ്ണം ഓടിച്ചു വന്നേ. ബീച്ചിൽ പോലെ ഇറങ്ങിട്ടോ. തിരിച്ചോ ആവേശം കൊള്ളുന്നേ. കൈ ഫ്രണ്ടികള്. പോരെ ധൂമ് ജാലേ
വായോ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വരി ഇവൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് എന്താണ് കഷ്ടപ്പെട്ട് വീർപ്പി. അത് മാത്രമല്ല ഇന്ന് എന്താണ് മറ്റേ ഇതിന്റെ പേര് ബ്രൈറ്റ് ടു ബി കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു മുള്ളാണ് വച്ചിറങ്ങുന്നുള്ളത്. നേരെ ബോളോ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കി. ഞാൻ ക്രിക്കറ്റ് കളിക്കാറിയോ? നോ പാട്ട് പാടാറിയോ? ആ ഫോട്ടോ എടുത്ത് കൊടുക്കി. അല്ല ഓരോ കാണിച്ചു കൊടുക്കൊണ്ടാണെങ്കിൽ എന്നെ ടെൻഷനിലാണ്. ഇതാണ് കാണ്ടി എനിക്ക് ഈ ഇതൊന്നും കാണ്ടി കല്യാണത്തിനും ടെൻഷൻ ആവണേ ചെക്കനും പെണ്ണും. അതാണ് എൻ്റെ സബ്ജക്റ്റ്. കേക്ക് അതന്നെ. കേക്ക് ഒരു 2 കാറ്റും കൂടി വീശിയാൽ കേക്ക് നിലത്തതിന് മുമ്പ് കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കേണ്ടതാണ്. കല്യാണം കഴിയാത്തവര് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിട്ടേ മാസ്ക് ഒക്കെ ഇട്ട് വന്നിക്കണ്. റസൽ നിക്കി. ഇത് ഗേൾസാ ആയിക്കോട്ടെ. അത് ശരി. അപ്പൊ നമ്മളാർക്കും വേണ്ടേ? അല്ല ഞാനല്ല. എടാ നമ്മളെ ബലൂൺ ഓടിപ്പോണേ പിടിച്ചിട്ട് വെച്ച് ജിന്നു നോക്കാണ്ട പോയി പിടിച്ചിട്ട്. ആ നല്ലൊരു ഫോണ് ഇതാ മാമാന്റെ ഫോണിൽ എടുത്തോ അക്കോ. അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ബ്രൈറ്റ് ടു ബി. അത് ശരി. ഞാൻ വിചാരിച്ചു വലിയ എന്തോ പരിപാടികൾ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ബ്രൈറ്റ് ടു ബി എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി അല്ലേ? ഇതന്നെയല്ലേ ബ്രൈറ്റ് ടു ബി? ഞാൻ എപ്പോഴെത്തി വെച്ചാല് മിജു ഞാൻ എപ്പോഴെത്തി പറഞ്ഞോടത്തെ രാവിലെ ഒരു ഞാൻ ഒരു 5 മണിക്കാണ് എത്തിയത് കോഴിക്കോട്. ഞാൻ ഇപ്പൊ ഈ ബ്രൈറ്റ് ടു ബി ഈ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകും. കാരണം നാളെ അനുവിന്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മൾ ഇതിനെ വന്നാൽ. അപ്പോൾ ബാക്കി ഫോട്ടോ എടുത്ത് വേണ്ടി കാണാം അല്ലേ? ഓക്കെ. സായിപ്പിന് ഇട്ടുണ്ട് നമുക്ക്. എൻ്റെ മറ്റേ ഫോൺ ഫുള്ളായി. അപ്പോൾ മാമാടെ ഫോണിൽ സെറ്റ് ചെയ്ത്. ഹായ് Walaikum salam. Say hi. I have a YouTube channel. Oh, my name is Paul. I'm from Russia. My name is Paul. I'm from Russia. Living here in Ayurvedic clinic. Hello. Oh yeah. Hello, Paul. And what is this? This is Looking is interesting. This is a right to be. this is like pre-marriage. Oh. Yeah. Before marriage, you can get like. You can get like like. Before. So the thing is that Before your marriage, you will get a celebration like that. Right to be like, you're gonna get to marry. she's actually the bride. So we are like. Yes, we see that. Yeah, that. So we are She's different. Yeah. So we are actually welcoming the bride Yeah. with Yeah. So- And I miss my wife. Hi. She shame a bit. Yeah. And It's okay. We see that something fun. She's not married actually. No. Yeah. I So got we- it. I got it. Yeah. I got it. Back. Yes. And we just said maybe you don't want what we come and asking. No, it's like not. It's that. okay. Yeah. We are open to people. Yeah. Yeah. You want? You can we join. We just. We'll take a photo We then. can come closer. Yeah, come. Come on, guys. So we are gonna like enjoy Oh, today. Thank you. We have too much experience here. Yeah. Thank you. Thank you. Yeah. From Russia. Russia. Oh, I love Russians, brother. Oh, brother. Yeah, I love Russians. He's ready for first He's no brother. Bratan is brother. No, brother. Brother. Brother, yeah. Brother. Brother, sister. That brother. Yeah. Brother. Hi. This my wife. Leta. Leta. Oh, nice name. Indian name, right? No. No, but we have similar names here. It's a short name. Leta. Oh, yeah. Full Violeta. Like Ah. violet. Violeta. Okay. Cool. Like violet. Oh, nice. Yes. But for short it's Leta. Yeah. Okay, let's see. Let's see. The one bride together. നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട് റന വരി നമ്മളെ ആളിറക്കി. ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ്.
Yeah. Flowers. These are actually artificial flowers. So this one. So we have a special cake. Special cake. Yeah, cracked cake. Okay. Yeah. Aranava. And they, Very. എല്ലാരും വരി. we, I think, it's alcohol. No. We don't use alcohol. This is happy fizz. See. There. Yeah, it's happy fizz. Thank you so much. No, it's not birthday. It's like she's actually the groom. She's bride. A family like the groom. Hello. I'm Pavel from Russia. A This bride is my അല്ല wife groom അല്ല. Leta, and we heartful അവിടുന്ന് കണ്ടെടുത്തോ. congratulations. And it's Thank you for the day. No. it's for you. Thank you. താങ്ക് യു. ഇങ്ങനെ ഒരു ബ്രൈറ്റ് പിന്നെ എവിടെ കിട്ടും? For you. And thank you so much. It's so interesting for us. We are first time in India actually. Yeah. And it's so amazing, so beautiful place. We love all here except one. What? Very spicy food. Yo. Extremely spicy food. I'm going to shop to mall and asking, please rate how spicy is. How much? From 0 to 10, please. And, I would say 4. Okay. I'm come to home trying to eat and I can't. It's so spicy. It's very spicy here, It's yeah. very spicy for us. Usually we don't eat so spicy and hard. It's delicious, Yeah. but you take one, Ah. chewing, good. And after 2 seconds, it's so spicy. Yeah, it's very spicy and actually. I thought, and what's happened if I take 10 of 10? It's Yeah, death. From me, Spicy it le. would be death. 4 എടുത്തിട്ടാണ് ഇത്രയും സ്പൈസി. ഇനിയിപ്പോ 10 ഉള്ള സാധനം എടുത്ത് കഴിക്കാൻ എന്താ അവസ്ഥ? Okay. And guys, can I take a little picture? Yeah, for our- we would also like to my take. friend, Yeah. I tell him our story. Yeah. We have a doctor. He studied in Russia actually. Graduated from Russia. So he's coming. അല്ല എവിടെ വേറെ സി മൂപ്പരാളാരനാണ് ഇവിടെ ഒരു മണിക്കൂറായിട്ട് കേക്ക് മുറിക്കാണ്ടിരിക്കുന്നത്. Selfie. Yeah, we can take. And after this, can we also take with you? After this, can we also take a photo with you guys? We need to. Here only. Here. Yeah. Just. Yeah. I say it on Russians. Okay. റഷ്യൻ ഭാഷ സംസാരിക്കാൻ പോണെന്ന് പറയുന്നത്. Гуляли на свадьбе, нас пригласили. അതന്നെ. Гуляли на свадьбе. Ну, перед свадьбой празднество, за неделю до свадьбы. Все радостные, налили нам газировочки такой вкусной. Вот, и мы тут празднуем. അതെ. Поздравляю! Поздравляю! How do- Congratulations Yeah. on Russian. Поздравляю! Поздравляю. Oh, Yeah. Right. How do we say thank you in Russia? Russia, thank you. Yeah. Спасибо. 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 Thank you. Спасибо. Спасибо. ഞാൻ വിളിച്ചിട്ടുണ്ട്. Yeah, we say in Malayalam നന്ദി. Nandi for thank you. Thank you. Spasiba. Yeah. Say. Nani. Yeah. Nani. Yeah. Our doctor is coming. He actually studied from Russia, graduated from Russia actually. ഇത് നമ്മളെ ഗസ്റ്റുകളുണ്ട് കേട്ടോ. Здравствуйте. Здравствуйте. Как дела? Хорошо. Вам сам откуда?
കാച്ചു അടുത്തട് Какой город? Краснодар. 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 Я был в Москве എന്താ പറയണേ 6 лет. Тут ты классно говоришь. Да, конечно, я He's speaking so good. He was living in Russia. я там Доктор. учил. ഈ Да, да. ജയിലോ? Медика учили. Я был врач, да, и врач. മെഡിക്കൽ ജയിലിലാണ് Город Оренбург. Оренбург. Да, Оренбург. Ну мы... Ой, I'm sorry. It's okay. Мы с юга, это юг. Краснодар Ага, это где Краснодар. море, где Да. Черное море. Я знаю, Сочи, да, Сочи. Это close. Кубань. Кубань. Да, да, верно. Там അറിയാം. Кубань это like Kerala. да, Here, ну like там, Kerala. там есть университет, где вот много студентов из нашего города, Да, там да. учиться. Кубани, да, 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 в Кубани. да. КГУ, അവനെ наверное. റഷ്യക്ക് പഠിക്കാൻ വിട്ടത് നന്നായി. അല്ലെങ്കിൽ മാനം കാത്തു. Кубань это like Kerala. In India Kerala, in Russia Kuban. Yeah. State. State. Кубань. You know. കുബാൻ. Yes, Кубань. Ну слушай, интересно так встретить Ну, русскоговорящих. конечно, много студентов из нашего университета там учиться. Да. Но почти все знают, как говорить на русском языке. Там больнице нам надо говорить на русском языке, да? Да. Ну ты вообще классно владеешь. Слушай, а вот расскажи, а это что? Это празднество перед Да, перед свадьбой. перед свадьбой, за неделю до свадьбы, да? Да, за неделю свадьбы там... Да. അപ്പൊ സുഹൃത്തുക്കളെ കുറച്ച് കഴിഞ്ഞിട്ട് Девичник, мальчишник. Девичник это за день. Ну, как Девичник. бы прощание с невестой, типа такое, ну или как это? Ну, Вы семья нет, невесты, нет? мы как сделали... Ну, наша വേറെ ഭാഷ культура, സംസാരിക്കും. ну, как индуизм то свадьба приезжает, там у него это другой. Но у нас каждый другой. год это меняется. ഇങ്ങനെ കറങ്ങി Ну, കറങ്ങി как പോവാ. Палестин, как അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി Тут തിരിച്ചു тоже വന്നു. каждый год പിന്നെ меняется. അങ്ങോട്ട് പോയി. Сейчас уже они празднуют, то ഒന്ന് то ഒരാൾ первый раз എല്ലാവരും свадьба, да? Прям так. Когда не будет свадьба, അതിന്റെ അപ്പുറത്തുള്ള വീട്ടില് сделать, ну, как അവിടെ праздник со всей അവിടെയുള്ള семьей. ആൾക്കാര് Ну, ഞാന് маленький молодой человек. ഞാൻ അവിടുത്തെ ബട മാലിക്കായിരുന്നു. അവിടെ കുറെ മാലിക്കുമാരുണ്ടായിരുന്നു. അതിൽ ഞാനായിരുന്നു മെയിൻ. Это не каждый семья сделает. വേറെ ആൾക്കാർക്ക് ഒരു വിഷയമല്ല. വേറെ ആൾ വന്ന് നിന്റെ അടുത്ത് കാശ് ചോദിക്കലുണ്ട്. എന്ത് കാശ്? ക്യാഷ് നമുക്ക് വിഷയമല്ല. 4 കോടി രൂപ. അതൊക്കെ അറിയില്ല. അതാണ് Каждый раз 4 കോടി ചോദിച്ചു. ഞാൻ പിന്നെ കുറച്ചു. меняется. നമ്മുടെ കേക്ക് കേക്ക് പോവാൻ വീഴും. ഞാൻ യൂറോപ്പ് വഴിയാണ് ഞാൻ പൈസ കടത്തിയത്. So guys, we are actually having a bride to be here. Каждый свадьба тоже. Yeah. പറയുന്നുണ്ട്. 4 കോടിയുടെ ഡീലാണ് ഇപ്പൊ നടന്നത് guys. Yes, 4 കോടി ഡീല്. Yes. Паша. ഡീലായി 4 കോടി ഡീലായി. എന്നാ കൊടുക്കണേ? It was awesome. Thank you so much for all of us. Thank you so much. Say thank you to the vlog It was as well. I'm sorry. It was so interesting and big experience for us. Thank you so much. Thank you. We also had a great time. Thank you so much. But we actually, doctor said no walking for us. Key therapy. And yes, and we Therapy. just we can't stay on the room. Can't stay on the room and walking around bit. And now, yeah, we just go. Congratulations again. Thank you so much. Как вам понравился город Керала? Супер. Я уже рассказывал здесь. Вы уже English? в другом штате, другой город Индии. ഈ 4 കോടിയുടെ ഡീൽ ഇപ്പോഴും തീർന്നില്ലേ? First time in India. Только First time. ഈ 4 കോടിയുടെ ഡീൽ ഇപ്പോഴും തീർന്നില്ലേ? It's awesome, cool. We all love except ഇംഗ്ലീഷ്. spicy food. Yeah, spicy food. No, not spicy food. No. No. Extremely spicy. Extremely spicy food. Ну, это очень Kicking. അപ്പൊ ഹോട്ടലുകാർ കാണുന്നുണ്ട് സ്പൈസ് ഒക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാം ഫോറിനേഴ്സിനെ കാണുമ്പോ. First 2 seconds. Первый. First, when you take chewing,
30 seconds. Oh, it's amazing. Очень острый. What? Like that. വാ സോ ആ കേക്കട്ടെ സോ ഗൈസ് can we take a photo with you for the YouTube thumbnail? Can we take a photo with you guys? Oh, it's photo. Okay. Yeah. ഭാഗ്യം മമ്മ നമ്മള് പുറത്തുനിന്ന് സായിപ്പിനെ ഇറക്കി കേട്ടോ സെറ്റല്ലേ പേടിയുണ്ടോ മമ്മക്ക് എന്താ സായിപ്പ് This is our grandmother, whole family. Okay. Grandmother. എല്ലാരും കിട്ടണോടത്തൊക്കെ നിക്കട്ടാ ബ്രോ പോപ്പറോട്ടിക്കല്ലേ ഒട്ടുവോ അവിടെ ഉമ്മത ബാക്കി പോയിക്കണ്ടോ കറക്റ്റായിട്ട് സെറ്റല്ലേ യൂട്യൂബിലോട്ട് ഞങ്ങളും കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഒറ്റ സീനുള്ളെങ്കിൽ എന്താ തകർത്തില്ലേ വൺ സീന് നിക്ക് ഓരോ ലാഗാക്കി കണ്ട ഷാമോനെ വേറെ ഫോൺ ഉണ്ടോ ഓട്ടോ ട്രാൻസ്ലേറ്റ് ഇടരുത്, അപ്പൊ നമ്മളെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ പുറത്തേക്ക് വരും. ആണല്ലേ മാമ താങ്ക് യു ഒരു കൊറേ നേരം നിക്കണ് നിങ്ങളൊന്നോളി റെഡി അല്ലേ ഓക്കെ ആയിട്ടില്ല സേ സംതിങ് ഹാപ്പി ഹൗ വാസ് ദ എക്സ്പീരിയൻസ് Thank you so much. Thank you, guys. Thank you. Yeah. എല്ലാരും ഹാപ്പി സായിപ്പ് ഹാപ്പി നമ്മളും ഹാപ്പി ബ്രൈഡും ഹാപ്പി ഓക്കെ അല്ലേ റെഡി 1 2 ആ 1 ഫിനിഷ് ചെയ്തോ നിജ ഫിനിഷ് ചെയ്തോ ആ ഓ എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കട്ടയല്ലേ ഒരു മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിളിച്ചതൊന്ന് വിളിച്ചേ ചെറിയ വ്ളോഗല്ലേ വലിയ വ്ളോഗ് ഇങ്ങോട്ട് വരും ഇമ്മ വാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ പോകണം ഇങ്ങോട്ട് വരും അല്ല സംസാരിക്കും അവിടെ നിന്ന് കണ്ടു ലൈറ്റും കണ്ടല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ പോലി അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അതായത് വ്ളോഗ് ഇത്രത്തോളം നീണ്ടു പോകുന്ന വിചാരിച്ചില്ല. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ കാര്യം പറയാം വെയിറ്റാക്ക് വാ. അപ്പോൾ ഇതുവരെ വ്ളോഗ് എടുക്കാൻ സപ്പോർട്ട് ചെയ്ത റിച്ചു താങ്ക് യു സോ മച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്നലെ വരെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു ബ്രൈറ്റ് ടു ബി. അതായത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ പറയാ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ കർട്ടൻ സെറ്റ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഫുൾ കർട്ടനുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇവരാരും ഇതൊന്നും സെറ്റ് ചെയ്തില്ല എന്നല്ല റിസ്ക് കാരണം ചെയ്യാനൊന്നുമില്ല. അപ്പം കർട്ടനും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അവിടെ കർട്ടന്റെ കമ്പി ഉണ്ടല്ലോ അത് അതിമ ഊരിയിട്ട് ഇവിടെ ബീച്ച് വന്ന് കുത്തിയിട്ട് അതിമ കർട്ടൻ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ പൂവുണ്ടാവില്ല ഒരു തേങ്ങ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു വൃത്തിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ മുതൽ കുറേ ഇവന്റ് ടീമാർക്ക് രാവിലെ മുതൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉച്ചരായപ്പോഴാണ് റെഡി ആയത് അല്ലേ. പിന്നെ അവരെല്ലാവരും ഒത്തുചേർന്ന് നിന്ന് എല്ലാവരും വൈറ്റ് ഇടാന്ന് വിചാരിച്ച് അങ്ങനെ റെഡി ആയത്. അപ്പോൾ അല്ലേ താങ്ക് യു. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടതിൽ താങ്ക് യു സോ മച്ച്. മിജുബയുടെ വ്ളോഗിൽ എന്താണ് ചാനലിൽ എന്താ വ്ളോഗ് വരാത്ത ചാനലിൽ എന്താ വ്ളോഗ് വരാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ മിജുവിൻ്റെ 18 വയസ്സിന് അണ്ടർ ആയതുകൊണ്ട് കുറച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ ഇവൻ്റെ എന്താ വ്ളോഗ് വരാത്ത വെച്ചാൽ ഇവനക്ക് 18 വയസ്സിന് അണ്ടർ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടി അവൻ്റെ അപ്രൂവൽ ആവണില്ല. ചില കാര്യങ്ങൾ മോണിറ്റൈസേഷൻ പരിപാടികളൊന്നും അപ്രൂവ് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ പെട്ടിരിക്കുകയാണ് മിജുബായ്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും വരും ദിവസങ്ങളിൽ ഹൽദി ഉണ്ടല്ലേ, ഹൽദി തലേ ദിവസം കല്യാണ ദിവസം ഇതൊക്കെ ഞാൻ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്ളോഗ് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ആ വ്ളോഗ് വേണോ വേണ്ടതെന്നൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും തുടരും ദിവസങ്ങളിൽ വ്ളോഗുകൾ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞേ, മൈ കസിൻ സിസ്റ്റർ, അതായത് താത്ത, സ്വന്തം താത്ത, 1 വർഷത്തിന് മുമ്പുള്ളൂ. ഞാൻ അടുത്ത മിജുബയുടെ കല്യാണമാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇഞ്ച ഇപ്പോഴൊന്നല്ല പോടാ. സുഹൃത്തുക്കളെ, ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ അവസാനിക്കണം. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വലിയ വ്ളോഗ് കൂടെ അവസാനിക്കുക. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, എല്ലാതും നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.